ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെൻ ഡയഗ്രങ്ങളെ കുറിച്ചാണ്. എന്താണ് ഒരു വെൻ ഡയഗ്രം? സെറ്റുകളെ വരച്ച് കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ് വെൻ ഡയഗ്രം. സെറ്റുകളെ പൊതുവെ വട്ടത്തിലാണ് കാണിക്കുന്നത്, അതേസമയം യൂണിവേഴ്സൽ സെറ്റിനെ ഒരു റെക്റ്റാങ്കിളായി വരച്ചാണ് കാണിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന വെൻ ഡയഗ്രം ശ്രദ്ധിക്കുക. ഇവിടെ യൂണിവേഴ്സൽ സെറ്റിനെ കൊടുത്തിരിക്കുന്നത് യു എന്ന അക്ഷരം വെച്ചിട്ടാണ്. റെക്റ്റാങ്കിളിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് AB 2 സെറ്റുകൾ എഴുതിയിട്ടുണ്ട്. ആ സെറ്റുകളെ 2 വട്ടം വരച്ചാണ് കാണിച്ചിരിക്കുന്നത്. A എന്നുള്ള സെറ്റിൽ മാത്രമുള്ള എലമെൻസിനെ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. B എന്നുള്ള സെറ്റിൻ്റെ അകത്ത് വരുന്ന എലമെൻസിനെ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. രണ്ടിലും കോമണായി വരുന്ന പോർഷനിൽ എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ള എലമെൻസിനെ യൂണിവേഴ്സൽ സെറ്റിലും എഴുതിയിട്ടുണ്ട്. ഇവിടെ വേറൊരു വെൻ ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ യൂണിവേഴ്സൽ സെറ്റ് 1 to 10 ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സാണ്. A എന്നുള്ളൊരു സെറ്റ് 1, 3, 5, 7 എലമെൻറ്റ്സ് ഉള്ളൊരു സെറ്റാണ്. ഇവിടെ യൂണിവേഴ്സൽ സെറ്റിനെ റെക്റ്റാങ്കിളായിട്ട് വരച്ച് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. A എന്നുള്ള സെറ്റിനെ ഒരു സർക്കിളിൻ്റെ അകത്തും റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. Aയുടെ അകത്തുള്ള എലമെൻസിനെ അതിൻ്റെ അകത്ത് എഴുതി, ബാക്കിയുള്ള എലമെൻസിനെ യൂണിവേഴ്സൽ സെറ്റിലും എഴുതി. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിലുള്ള എല്ലാം ഉണ്ട്, Aക്ക് മാത്രമായിട്ടുള്ള എലമെൻസിന് Aയുടെ ആ സർക്കിളിൻ്റെ അകത്തും ഉണ്ട്. ഇനി രണ്ടാമത്തെ വെൻ ഡയഗ്രം ശ്രദ്ധിക്കുക. ഇവിടെയും 1 to 10 ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിനെയാണ് യൂണിവേഴ്സൽ സെറ്റായിട്ട് എടുത്തിരിക്കുന്നത്. A എന്ന് പറയുന്നത് 1 to 4 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സാണ്. B എന്നുള്ളത് 5 to 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സൽ സെറ്റ് വരച്ചിട്ടുണ്ട്. Aയും Bയും 2 സെപ്പറേറ്റ് സെറ്റുകൾ വരച്ചിട്ടുണ്ട്. Aയുടെ അകത്തുള്ള എലമെൻസിനെ Aയിൽ എഴുതി, Bയുടെ അകത്തുള്ള എലമെൻസിനെ Bയിലും എഴുതി. യൂണിവേഴ്സൽ സെറ്റിലാണെങ്കിൽ എല്ലാ എലമെൻസും ആയിട്ടുമുണ്ട്. അടുത്ത വെൻ ഡയഗ്രം നോക്കാം. ഇവിടെ യൂണിവേഴ്സൽ സെറ്റായിട്ട് എടുത്തിരിക്കുന്നത് 1 to 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സാണ്. സെറ്റ് B = 3, 6, 9 ആൻഡ് സെറ്റ് A = 4, 6, 8, 10. അപ്പോൾ രണ്ടും കൂടി വരയ്ക്കുന്ന സമയത്ത് രണ്ടിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ 2 സർക്കിളും ക്രോസ് ചെയ്ത് വരയ്ക്കണം. ഓക്കെ, അതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 6 ആണ്. അപ്പോൾ 6 രണ്ടിലും കോമൺ ആയിട്ടുള്ള പോർഷനിൽ എഴുതി. A എന്നുള്ള സെറ്റിൻ്റെ അകത്ത് വരുന്ന എലമെൻസിന് Aയിലും B എന്നുള്ള സെറ്റിൻ്റെ അകത്ത് വരുന്ന എലമെൻസിനെ Bയിലും എഴുതി. യൂണിവേഴ്സൽ സെറ്റിൽ എല്ലാ എലമെൻസും വന്നിട്ടുണ്ട്. ഇനിയാണ് ഒരു സ്പെഷ്യൽ കേസ് പരിഗണിക്കുന്നത്. ഇവിടെയും യൂണിവേഴ്സൽ സെറ്റ് 1 to 10 ആണ്. A എന്നുള്ളത് 2, 4, 6, 8, 10ഉം B എന്നുള്ളത് 4, 6ഉമാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, B എന്നുള്ളത് Aയിൽ വരുന്നൊരു കുഞ്ഞ് സബ്സെറ്റാണ്. ഓക്കെ, അപ്പോൾ 2 വെൻ ഡയഗ്രം വരയ്ക്കേണ്ടതില്ല. A എന്നുള്ള വലിയ സെറ്റിൻ്റെ അകത്ത് വരുന്ന കുഞ്ഞ് സെറ്റാണ് B. അപ്പോൾ Aയുടെ അകത്ത് ഒരു കുഞ്ഞ് സർക്കിൾ വരച്ച് Bനെ റെപ്രസെൻ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ Bയുടെ അകത്ത് വരുന്ന 4, 6 എഴുതി. Aയുടെ അകത്ത് 2, 4, 6, 8, 10 ആണ്. അപ്പോൾ 4, 6 ഓൾറെഡി വന്നു. അപ്പോൾ 2, 8, 10 മാത്രം കൊടുത്താൽ മതി. ബാക്കി വരുന്ന എലമെൻസിനെ യൂണിവേഴ്സൽ സെറ്റിൽ ആ റെക്റ്റാങ്കിളിൻ്റെ പോർഷനിൽ എഴുതിയാൽ മതി. യൂണിയനിൻ്റെയും ഇൻ്റർസെക്ഷനിൻ്റെയും വെൻ ഡയഗ്രം നോക്കുക. ആദ്യത്തേത് യൂണിയനാണ്. A യൂണിയൻ B, അതായത് Aയിലും Bയിലും ഉള്ള രണ്ടിനെയും കൂടി ചേർത്ത് എഴുതിയ സമയത്ത് എല്ലാം വരും. ആൻഡ് സെക്കൻഡ് കേസ് A ഇൻ്റർസെക്ഷൻ B ആണ്. അത് Aയിലും Bയിലും ഒരുപോലെ വരുന്ന പോർഷനാണ് അവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. വെൻ ഡയഗ്രങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. ആൻഡ് താങ്ക് യു.